ടോം 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 പത്മശ്രീ പത്മശ്രീ എന്താ നീ കാണിക്കുന്നത്? എടി ഞാൻ പത്മശ്രീ അവാർഡ് വാങ്ങിയാന് ക്ലാസിക്കൽ ഡാൻസിൽ ഇപ്രാവശ്യം പത്മശ്രീ അവാർഡ് എനിക്കായിരുന്നു. അതല്ലേ പറഞ്ഞോണ്ട് വന്നത്. പത്മശ്രീ അവാർഡ് വാങ്ങിച്ചോണ്ടിരിക്കുന്നു രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന്. അപ്പൊ ആരോ എന്നെ ടോമേ ടോമേ എന്നാണ് വിളിച്ചത്. നീയാണോ വിളിച്ചത്? ചുമ്മാ ഞാൻ ചവിട്ടിയത്. ഈ പാതിരാത്രിക്ക് ഏത് രാഷ്ട്രപതി നിങ്ങൾക്ക് പത്മശ്രീ കൊടുത്തരാൻ പോകുന്നത്? സ്വപ്നത്തിൽ പോലും പത്മശ്രീ അവാർഡ് വാങ്ങിക്കാൻ സമ്മതിക്കൂലടി നീ. കർത്താവിനെ വിളിച്ച് കിടക്കാനുള്ളത് രാത്രി ഏത് പോരട്ട സ്വപ്നവും കണ്ട് വന്നിട്ട് എന്റെ ഡിക്കിയും എന്റെ കൈയും നടുവൊക്കെ പോയി. നാളെ ആശുപത്രി പോവാതെ എനിക്ക് ഓഫീസിൽ പോകാനും പറ്റത്തില്ല. നടക്കാൻ വയ്യ മനുഷ്യന് ഏത് വേദന എടുത്തിട്ട്. എന്തോ ആലോചിച്ചോണ്ടിരിക്കുവാ? പത്മശ്രീ. നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ പത്മശ്രീ വിട്ടില്ലേ? എന്റെ ഏണോണ്ട് എനിക്ക് നടക്കാൻ വയ്യുന്നു. നല്ല കുട്ടിവേദന ഉണ്ട്. ചായ കുടിക്ക്. അല്ല ഞാൻ ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നു. എന്ത് കാര്യം? അല്ല ഞാൻ ഈ വൈഡൂര്യം കയ്യിൽ വെച്ചിട്ടേ മുത്ത് ഇങ്ങനെ തേടി നടക്കണോ എന്നിങ്ങനെ ചോദിക്കായിരുന്നു. നിങ്ങൾ ഈ വൈഡൂര്യം മുത്തൊക്കെ വെച്ചിട്ട് വല്ല മാലക്കച്ചവടം ചെയ്യാൻ പോവാണ് ടോമേ രാവിലെ? അല്ല പിന്നെ ഏതല്ല? അതായത് ഞാനേ കൊറേ നേരമായിട്ട് ലാഗ് അടിക്കുക. എന്താന്ന് വെച്ചാ പറ. അല്ല ഡാൻസ് ഒക്കെ പഠിച്ചിട്ട് വെറുതെ അല്ല ഈ ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്. അപ്പൊ അത് വെറുതെ ഇങ്ങനെ കൈ വെച്ചോണ്ടിരിക്കാതെ ഉപയോഗിച്ചുകൂടെ ഇങ്ങനെ രാത്രി മൊത്തം ഉറങ്ങാതിരുന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. നിങ്ങൾ രാത്രി മൊത്തം ഉറങ്ങാതിരുന്ന് ആലോചിക്കുവായിരുന്നല്ലേ? ഞാൻ താഴെ വീണിട്ട് നിങ്ങൾ കയറി കിടന്നല്ലോ. ഒരു 10 നിമിഷം കഴിഞ്ഞപ്പോ കൂർക്കവലി കൊണ്ട് മനുഷ്യൻ ഉറങ്ങാൻ പറ്റില്ലായിരുന്നു. അത് കൂർക്കം വലിച്ചല്ലേ? പിന്നെ ഞാൻ ഇങ്ങനെ കിടന്നിട്ടേ ഇങ്ങനെ ആലോചിക്കുവായിരുന്നല്ലേ? എന്നാലും പക്ഷെ കാര്യം മനസ്സിലായോ? എനിക്ക് കാര്യം സത്യം പറഞ്ഞ ഇതുവരെയായിട്ട് ഒന്നും മനസ്സിലായില്ല. ചുറ്റി വളയ്ക്കാറ് എന്താ വെച്ചാ പറ. നമുക്കൊരു ഡാൻസ് സ്കൂൾ ഒന്ന് തുടങ്ങിയല്ലോ. ഡാൻസ് സ്കൂളോ? ടോമി അപ്പൊ യുകെക്കൊന്ന് പോണ്ടേ? യുകെക്ക് പോണം. അതിന് IELTS കോഴ്സിൽ മറ്റേ സ്കോർ കൂടണം. വിസ പ്രോസസിങ്, വേക്കൻസി. അപ്പം കുറച്ച് സമയം എടുക്കുമല്ലോ. അതുകൊണ്ട് ഇപ്പൊ ഡാൻസ് ക്ലാസ് തുടങ്ങാന്നോ? ടോം ഇതൊക്കെ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ? എന്ത് പോസിബിൾ അല്ലാത്തത്? ഇതാകുമ്പോ എനിക്ക് ആരൊന്നും ചോദിക്കണ്ടല്ലോ, ഞാൻ തുടങ്ങിയ പോലെ. വീട്ടുകാരുടെ അടുത്തൊന്നും ചോദിക്കണ്ട അല്ലേ? കറക്റ്റ്. നീ അത് പറയപ്പാണ് ഞാൻ ഒരു കാര്യം കൂടെ ആലോചിച്ചു. നമ്മളെ വീട്ടിൽ നിന്ന് ഷോ ഒക്കെ ഇട്ട് ഇറങ്ങി വന്ന് മ്യൂസിക് ഇട്ട് വന്നിട്ട് നമ്മൾ ഇനിയും പോയി എന്തായാലും പപ്പയുടെ ഞാൻ ഇനി ചോദിക്കാൻ പാടില്ല, പൈസ ചോദിച്ചാലും തരൂല. അപ്പം അതുകൊണ്ട് ഞാൻ വെച്ച് അവരുടെ അടുത്ത് മുമ്പിൽ ഒന്ന് തല ഉയർത്തി പിടിക്കണമെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് സെറ്റ് ആവണം. അതിന് UK പോണവരെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ടോം ഓക്കെ ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തോ.
ടോമിന് എന്ത് ചെയ്താലാണ് സന്തോഷം കിട്ടുന്നത് അത് ചെയ്യ്, ഞാൻ ടോമിന്റെ കൂടെ ഉണ്ടാവും. ഓ അതാണ് ജെസ്സി. അല്ല നമ്മളിതിപ്പോ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന? ഇവിടെ ഈ വീട്ടിലോ? ടോമി എന്റെ ദുറോത്തി പറയാൻ സമ്മതിക്കുവോ? അതൊക്കെ നമുക്ക് ഒരു 5,000 രൂപ കൂടുതലാന്ന് പറയാം. പക്ഷെ അതിനുമ്പ് സർവേ നടത്തണം. സർവേയോ? എന്ത് സർവേ? ഈ ലൊക്കയിൽ എത്ര ഡാൻസ് ക്ലാസ് ഉണ്ട്, ഉള്ള ഡാൻസ് ക്ലാസ് എത്രയാണ് ഫീസ്, ആ ഡാൻസ് ക്ലാസ് എത്ര കുട്ടികൾ വരണമുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ചോദിച്ചപ്പോൾ അറിയാൻ പറ്റും. അപ്പൊ നമ്മളൊരു ഡാൻസ് ക്ലാസ് ഒക്കെ തുടങ്ങാൻ പോവല്ലേ? യെസ്. ഏതായാലും നീ രാവിലെ പോകണം, വൈകുന്നേരം വരെ നീ വരൂല. വൈകുന്നേരം വരെ ഞാൻ അവിടെ ബോറടിച്ച് ചുമ്മാ ഗെയിം കളിക്കണം, പിന്നെ TV കാണണം, ബോറടിക്കണം. ജോലിയൊന്നും പ്രത്യേകിച്ചും ഇല്ല താനും. അപ്പൊ പിന്നെ അല്ല പറഞ്ഞു വന്നത് നല്ലൊരു കാര്യമാ. എന്തായാലും ടോമിന്റെ കൂടെ ഈ ജെസ്സി ഉണ്ടാവും. പോരെ? മതി, അത് മതി. ചായ കുടി. അപ്പൊ ചായ കുടിക്കാം. അല്ല എന്തോ സീരിയസ് ആയിട്ട് പറയണ്ടെന്ന് പറഞ്ഞിട്ട്? അല്ല ജെസ്സി രാവിലെ ഇവിടെ നിന്ന് പോയാലേ ഞാൻ വൈകുന്നേരം വരെ ഇവിടെ ഫ്രീ ആയിട്ടിരിക്കുകയാണല്ലോ. അപ്പൊ എനിക്കൊരു ആഗ്രഹം, അത് ഞാൻ നിങ്ങൾ ചോദിച്ചാലോ എന്ന് വിചാരിച്ചു. എന്താഗ്രഹം? ഞാൻ ഒരു ഡാൻസ് ക്ലാസ് തുടങ്ങിയാലോ? അതായിരുന്നോ? അതിന് ടോമിന് ഡാൻസ് അറിയൂ? പിന്നെ എനിക്കറിയാത്ത തോന്നുന്നു. ഞാൻ എത്ര ആളോട് പഠിക്കണമെന്ന് അറിയാമോ? കൊച്ചിലെ പഠിച്ചു തുടങ്ങിയാണ്. ഓ അപ്പൊ ടോം ഒരു സകലകലാ വല്ലഭനായിരുന്നല്ലേ? ആ ഡാൻസിന്റെ കാര്യത്തിലാണ്. അല്ല ഈ ഡാൻസ് എന്ന് പറയുമ്പോ എന്ത് ഡാൻസാ? വെസ്റ്റേൺ ആണോ ക്ലാസിക്കലോ? ക്ലാസിക്കലാണ് ഞാൻ പ്ലാൻ ചെയ്യണത്. ഏതൊക്കെ പഠിപ്പിക്കും? ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം ഒക്കെ പഠിപ്പിച്ച് ഇനിയിപ്പോ നാടോട് നിർത്തോ ഡപ്പാങ്ങൂത്താ എന്ത് വേണേ പഠിപ്പിക്കാന്ന് വിചാരിക്കും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതേതായാലും നന്നായി ടോമേ. അല്ലെങ്കിൽ തന്നെ ഇവിടെ മോൾ എന്നും പറയും അവളെ ഡാൻസ് സ്കൂളിൽ ചേർക്കണം, അവൾക്ക് ഡാൻസ് പഠിക്കണമെന്നും പറഞ്ഞിട്ട്. പക്ഷെ ചേട്ടനാണെ ദൂരെ ഒന്നും വിട്ട് പഠിക്കാൻ സമ്മതിക്കത്തില്ല. അതാകുമ്പോ നമുക്ക് വിശ്വാസമാണല്ലോ. അപ്പൊ ഞാൻ തുടങ്ങട്ടല്ലോ, നിങ്ങളെ ഫുൾ സപ്പോർട്ട് കാണുമല്ലോ. നമ്മളെ ഫുൾ സപ്പോർട്ട് ടോമിനുണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾ ബാക്കിയുള്ള നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാവരും മക്കളെയും വിളിക്കണം. ഇവിടെ ക്ലാസ് തുടങ്ങി ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. അത് പിന്നെ പറയാനുണ്ടോ? ഇവിടെയുള്ള എല്ലാ കുട്ടികളെയും അങ്ങോട്ട് ഞങ്ങൾ ഡാൻസ് പഠിപ്പിക്കാൻ റെഡിയാക്കുന്ന കാര്യം ഗ്രാൻഡ് ഓപ്പണിംഗ് നമുക്ക് പ്ലാൻ ചെയ്യാം. എന്താ പറയുക? എന്താണ് ഇവിടെ അയൽവക്കക്കാർ തമ്മിൽ ഗൂഢലക്ഷ്യമായ ഒരു ചർച്ച? ടോമേ, ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങുന്നതിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത്. ഏത് ടോം? നിന്റെ അളിയൻ ടോം. അളയെന്തിനാ പോണെന്ന്? കുറച്ച് പ്ലാനിങ്ങിലാണ്. എന്തൊരു പ്ലാനിങ്ങില്? അറിയിക്കാം. ഡാൻസ് സ്കൂൾ തുടങ്ങാൻ പോണോ? ഓ എന്നോട് പറഞ്ഞില്ലല്ലോ. ആലോചിച്ചോണ്ടിരിക്കുന്നേ. അപ്പൊ ടോം ഡാൻസ് സ്കൂളിന്റെ പരിപാടിയായിട്ട് ധൈര്യമായിട്ട് മുമ്പോട്ട് വയ്ക്കും. ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ടോമിനുണ്ടായിരിക്കും. കട്ട സപ്പോർട്ട് മണൽ സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞതോളാം. ലാസ്റ്റ് തുടങ്ങി കഴിയുമ്പോ പിള്ളേർക്ക് താല്പര്യമില്ല, ചേട്ടൻ വിട്ടില്ല എന്നൊന്ന് പറഞ്ഞോളല്ലേ പറയൂ. ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പരിപാടിയൊക്കെ നല്ലോണം ഭംഗിയായി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഏരിയയിലുള്ള കുട്ടികളെ മാത്രമല്ല ഞങ്ങൾക്ക് അറിയാവുന്ന എല്ലാ കുട്ടികളെയും ടോമിന്റെ ഡാൻസ് സ്കൂളിൽ ചേർക്കുന്ന കാര്യം ഞങ്ങളേറ്റു. അത് സ്പിരിറ്റ്. പക്ഷെ കമ്മീഷൻ വേണം. തരും, കമ്മീഷൻ തന്നിരിക്കും. അപ്പൊ സെറ്റ്. നിങ്ങൾ രണ്ടുപേരും പിള്ളേർക്ക് ഫ്രീ പോരെ? പിന്നെന്ത്? അപ്പൊ നമുക്ക് ഗ്രാൻഡ് ഓപ്പണിങ്ങിന് കാണാം. ശരി, അപ്പൊ എല്ലാവിധ ആശംസകളും. ഓക്കെ ശരി. ഇപ്പോ ചുരുക്കം പറഞ്ഞ നിങ്ങൾ ഡാൻസ് ക്ലാസ് തുടങ്ങാൻ തന്നെ തീരുമാനിച്ചല്ലേ? അതല്ലേടാ ഇത്രയും നേരം നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞത്. അല്ല അതിന് മുകളിലത്തെ ഡ്രാക്കുള സമ്മതിക്കും. അത് ടോം എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിച്ചോളാന്ന് ഏറ്റിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചത് അതിശേ, ഇത് നിന്റെ സമ്മതത്തോടെ തന്നെ ആണോ ടോമിനെയും തീരുമാനിച്ചത്, അതോ? പിന്നെ എന്റെ സമ്മതം ഇല്ലാണ്ട് ടോം ഓക്കെ പറയോ? എനിക്കാണെങ്കിൽ ടോമിന്റെ സന്തോഷമാണ് വലുത്, അത്ര ഞാനും നോക്കിയുള്ളൂ. ടോമിന്റെ സന്തോഷമൊക്കെ നോക്കണം നല്ല തന്നെ, പക്ഷേ ഈ സങ്കടപ്പെടരുത് അവസാനം. ഞാൻ എന്തിനാണ് സങ്കടപ്പെടുന്നത്? ഡാൻസ് സ്കൂൾ തുടങ്ങിയ നീ കരയും. നീ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ എന്തിനാ ടോം ഡാൻസ് സ്കൂൾ തുടങ്ങുന്നതിന് കരയുന്നത്? ചിലപ്പോ കരയായിരിക്കും, കൊച്ചു പിള്ളേരെ ഡാൻസ് പഠിക്കാൻ വരുന്നതിന് ടോം എന്തെങ്കിലും പറഞ്ഞതിനങ്ങനെ കരയായിരിക്കും. അല്ലാണ്ട് ഇവിടെ ആരും കരയൊന്നും പോകുന്നില്ല. ശരി ശരി. ജെസി, നിനക്കേ പണ്ട് നമ്മുടെ പപ്പയുടെ കൂടെ കേക്കണുണ്ടോ? പപ്പയുടെ ഡ്രൈവറായിട്ട് അങ്കിളെ ഓർമ്മയുണ്ടോ? പുള്ളിയുടെ മോൾ എങ്ങനെയാണ് പോയത് ഒളിച്ചോടിയത്?
ആ എനിക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല. ഏതോ ഒരു ചെറുക്കനോട് ഒളിച്ചോടി പോയെന്ന് മാത്രമേ അറിയത്തുള്ളൂ. ഏതോ ഒരു ചെറുക്കനല്ല, ഇതേപോലെ ഡാൻസ് പഠിക്കാൻ പോയ സ്ഥലത്തെ ഡാൻസ് മാസ്റ്ററിന്റെ കൂടാണ് ഒളിച്ചോടിയത്. അതും കല്യാണം കഴിച്ച് 2 പിള്ളേരുള്ള ഡാൻസ് മാസ്റ്ററിന്റെ കൂടെ. എന്നും പറഞ്ഞ ടോം അങ്ങനെ ചെയ്യുമെന്നാണോ നീ പറയുന്നത്? ടോം അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ പക്ഷെ അതേ സാഹചര്യം നമ്മളായിട്ട് ഇവിടെ ഒരുക്കി കൊടുക്കുകയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. കൊച്ചു ചെറുക്കൻ നീ എന്തൊക്കെയാ പറയുന്നത്? ഇങ്ങനെ ചുറ്റി തിരിയാതെ നേരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് എന്തോ പറ. നീ എന്റെ മനസ്സിൽ എന്താ ഇപ്പം? അതെ ചേച്ചി, നീ ഇപ്പൊ കാണുന്നുണ്ടല്ലോ, ഇപ്പം ഇടയ്ക്കിടെ ഇതേപോലെ സ്കൂൾ യൂണിയൻ, പിന്നെ എന്തൊരു കോളേജ് റീയൂണിയൻ എന്നൊക്കെ പറഞ്ഞ് ഓരോരോ പരിപാടി ഒപ്പിച്ചിട്ട് അവിടെ വരുന്നു, പഴയ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ പുതുക്കുന്നു, പഴയ പ്രണയങ്ങളൊക്കെ പുതുക്കുന്നു. അങ്ങനെ എല്ലാവരും സെറ്റായിട്ട് അങ്ങനെ ഒളിച്ചോടുന്നു. കണ്ടിട്ടുണ്ടേ? ഭാര്യയെ വിട്ടിട്ട് ഭർത്താവ് വരുന്നു, ഭർത്താവിനെ വിട്ടിട്ട് ഭാര്യ വരുന്നു, രണ്ടുപേരോട് സെറ്റാവുന്നു, പോകുന്നു. ടോം അങ്ങനൊന്നും ചെയ്യത്തില്ല, എനിക്ക് ഉറപ്പുണ്ട്. ടോം അങ്ങനൊന്നും ചെയ്യത്തില്ല. നിനക്ക് അത്ര ഉറപ്പുണ്ടോ? ഉണ്ടോ ഉണ്ടോ ഉണ്ടോന്ന് ചോദിച്ചാ നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ എന്തൊക്കെയാ പറയണത്? ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ല ചേച്ചിയെ? ഒന്നാമതേ, നീ വീട്ടുകാരെ പിണക്കിയിട്ടാണ് ഇങ്ങനെ ഒരു ബന്ധത്തിലൂടെ എടുത്ത് ചാടിയത്. ഞാൻ ഇവിടെ വന്ന് നോക്കിയത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയാണ് നീ. പക്ഷെ ആ ഹാപ്പി അൺഹാപ്പി ആവരുത്. ഈ ഡാൻസ് സ്കൂൾ തുടങ്ങി അൺഹാപ്പി ആവും. ഈ പാട്ട് പാടുന്നവരോടും ഡാൻസ് കളിക്കുന്നവരോടും ഒക്കെ ഈ പിള്ളേർക്ക്, പ്രത്യേകിച്ച് പെൺപിള്ളേർക്ക് ഒരു ആരാധനയാണ്. ആ ആരാധന എങ്ങനെ മൂത്ത് 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 പ്രണയവും. പിന്നെ അതങ്ങനെ ഇങ്ങനെ പോയി അങ്ങ് പോകും. ഒന്നാമത് നീ ഇവിടുന്ന് ജോലിക്ക് പോയി കഴിഞ്ഞാൽ വൈകിട്ടല്ലേ പറഞ്ഞേ? ഇവിടെ അടക്കണ കാര്യമില്ല, നീ അറിയൂ? ഇല്ലേ ഇല്ല. ഞാൻ പറയാനുള്ളോ പറഞ്ഞ് ലാസ്റ്റ് എൻ്റെ പെങ്ങൾ കിടന്ന് കരയില്ലേ? ഡാൻസ് ക്ലാസ് വേണ്ട, ഒന്നും വേണ്ട. ആദ്യമൊക്കെയുള്ള സന്തോഷമൊക്കെ മതി അങ്ങാർക്ക്. ആ ക്ലാസ് എന്താ ചെറി, നീ പറഞ്ഞത് ഓർത്തിട്ട് എനിക്ക് എന്റെ കൈയും കാലും വിറച്ചിട്ട് വയ്യണ. നീ കിടന്ന് പേടിക്കുന്ന കാര്യം എന്തിന്? കൈയും കാലും വിറച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ടൂമതേ പ്രസിഡന്റിനെയോ ആരൊക്കെയോ കാണാൻ പോയേക്കുവാ. അവനെ തിരിച്ചു വരുമ്പോ എല്ലാം കൺഫേം ആക്കിയിട്ടേ വരത്തുള്ളൂ കേട്ടോ. പ്രസിഡന്റ് ഓക്കെ പറഞ്ഞാ ഇവിടെ തുടങ്ങാൻ പറ്റുമോ? അല്ലെങ്കിൽ അളിയെ മാത്രം ഓക്കെ പറഞ്ഞാ ഇവിടെ തുടങ്ങാൻ പറ്റുമോ? ഈ വീട്ടിലെ പ്രസിഡന്റ് ഓക്കെ പറഞ്ഞാൽ മാത്രമേ ഇവിടെ ഡാൻസ് ക്ലാസ് തുടങ്ങാൻ പറ്റൂ. ഈ വീട്ടിലെ പ്രസിഡന്റ് ആരാ? നീ. നമ്മള് നൈസിലി ഡാൻസ് ക്ലാസിന്റെ പരിപാടി പൊളിക്കുന്നു. അത്ര തന്നെ, കെട്ടിക്കുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ. ഒറ്റ ചിന്ത തോർന്നു. പോയിട്ട് എന്തായി? പോയിട്ടെന്തോന്ന്, പോയപ്പോഴുള്ള പവറിനെക്കുള്ള അടുത്ത പവറിലാണ് ഞാൻ വന്നത്. പ്രസിഡന്റിനെ കണ്ട് കാര്യം സംസാരിച്ച് പുള്ളി എന്തോ പറയുന്നറിയാമോ? വളരെ നല്ലൊരു കാര്യമാണ് ടോം പറഞ്ഞത്. നമുക്കിവിടെ ഒരു ഡാൻസ് സ്കൂളിൻ്റെ കുറേ നാളായിട്ടുണ്ടായിരുന്നു സംഭവം. ഈ അസോസിയേഷനിൽ ഡാൻസ് സ്കൂളില്ല. അപ്പോൾ എല്ലാവരും പുറത്തുപോയി പഠിക്കാം. അതിൻ്റെ ഒരു നാണക്കേടുണ്ടായിരിക്കും. പുള്ളി ഒരു ഡാൻസ് സ്കൂൾ നടത്താം, അവിടെ സ്ഥലമില്ലെങ്കിൽ പറഞ്ഞാൽ മതി, അസോസിയേഷൻ്റെ ഹോളുണ്ടെന്ന് അവിടെ നടത്താം. ഫുൾ സപ്പോർട്ട്. മാത്രമല്ല ഡാൻസ് മാത്രമാക്കണ്ട, വല്ല കരാട്ടയോ കളരിയോ എന്തെങ്കിലും വേണമെങ്കിൽ പഠിപ്പിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഡാൻസ് സ്കൂൾ നടക്കുന്നു. ശിവനാമം ശ്രീ പാർവതീശ. ഇതേ ഇത് കൈവിട്ട് പോയി, ഉറപ്പായിട്ടും കൈവിട്ട് പോവും. ഇനിയിപ്പോ നമ്മൾ എന്തോ ചെയ്യും? ഇത് പൊളിക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ മുമ്പിൽ. എടേ, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ല ഞാൻ സീരിയസ് ആണെന്ന്? അളിയ, ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ തന്നെ തുടങ്ങാം. പക്ഷെ ഓപ്പണിങ് ഗ്രാൻഡ് ആണ്, അതുകൊണ്ട് കുറച്ച് ഫണ്ട് റേസ് ചെയ്യേണ്ടി പറ്റും. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വീട്ടിൽ ചോദിക്കാൻ പറ്റില്ല. അളി, ഇത് നമ്മൾ റൺ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഴയ പ്രതാപത്തിൽ വരുമല്ലോ. അപ്പൊ തിരിച്ച് അത്രേ ഉള്ളു അളിയ. ഓക്കെ, താങ്ക് യു. ശരി, വേണ്ട, ഞാൻ അപ്പ പറയാം, അപ്പ കിട്ടുന്നത് മതി. ശരി, താങ്ക്സ് ടാ. എന്നാ വേണ്ട. ഓക്കെ. അളിയവരുടെ നീ വിളിച്ചില്ലേ? വിളിച്ചതാടാ, ഫോണിൽ എന്താ നോക്കിയിരിക്കാൻ തോന്നുന്നു. അതെ, വരുമ്പോ തന്നെ നീ പറഞ്ഞേക്കണം കേട്ടോ. ഞാൻ പറയാനോ? നീ പറ. ഞാൻ എന്തിനു പറയേ? ഞാൻ പറയാ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക, നിന്റെ ജീവിതം കുട്ടിച്ചോറാണ്ടോന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയണത്.
എടാ രാവിലെ ആ മനുഷ്യനെ ഫുള്ള് സപ്പോർട്ട് ചെയ്തിട്ട് വൈകുന്നേരം എങ്ങനെയാ കാല് മാറുന്നേ? ശരി, നീ പറയണ്ട, ഞാൻ പറയാം. ഞാൻ പറഞ്ഞാൽ പിന്നെ ഉടക്കാവും. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. വേണ്ട വേണ്ട. നീ ആണെങ്കിൽ സ്മൂത്ത് ആയിട്ട് നേഴ്സിലങ്ങ് പറ, ആളിന് കാര്യം മനസ്സിലാവും. അത് പിന്നെ ടോമേ, എനിക്കൊരു കാര്യം ഇങ്ങനെ പറയാനുണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാലേ അയ്യോ, നീ ഓർക്കും പറ, ഞാൻ അവനെ കാണാൻ വേണ്ടി ഇരിക്കുന്നു. എടാ പിന്നെ ഡാൻസ് ക്ലാസ് തുടങ്ങുന്നതിനെ പറ്റി ജസ്റ്റ് സംസാരിച്ചായിരുന്നോ? പറഞ്ഞു നമ്മൾ ആ, സംഭവം എന്ന് പറഞ്ഞാൽ അതിന്റെ അഡ്മിനിസ്ട്രേഷൻ നീ നോക്കണം. ഓ, അതായത് പിള്ളേർ അഡ്മിഷൻ എടുക്കുക, ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. പിന്നെ ഈ പ്രായം അനുസരിച്ച്, അതായത് ഇപ്പോൾ 10 വയസ്സുള്ളവരാണെങ്കിൽ ഒരു 2 വയസ്സ് അങ്ങോട്ടും 2 വയസ്സ് മുകളിലോട്ടും ഉള്ളവരെ ഒരു ഗ്രൂപ്പ് ആക്കുക. ഇപ്പോൾ 20 വയസ്സാണെങ്കിൽ ഒരു 18 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെ, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നിനക്ക് പറ്റുമല്ലോ. ഗ്രൂപ്പ് ഉണ്ടാക്കുക, എൻ്റെ തരിക, അത്ര ഉള്ള പണി. ഫീസ് വാങ്ങിക്കുക. ഫീസ് നീ കളക്ട് ചെയ്യണം. ഇവനോ? ഓ, ഫീസ്? എന്റെ ടോമേ, അതൊന്നും ശരിയാവത്തൊന്നുമില്ല. അതൊക്കെ ശരി, അതൊക്കെ അവന് പറ്റും. എടാ എനിക്കറിയാലോ, എന്തായാലും പഠിക്കുന്ന പയ്യന്മാർക്ക് 100 ആവശ്യങ്ങളുണ്ട് പൈസ അല്ലേ. എടാ ഞാൻ പഠിച്ചപ്പോ എനിക്ക് വീട്ടിൽ നിന്ന് എണ്ണിച്ചുട്ട് അപ്പം പോലെ ഉണ്ടാകുന്ന പൈസ. അത് എവിടെ എന്തോന്നാവാൻ? ഓരോരുത്തർ ഓരോ കാര്യത്തിന് നിനക്ക് എന്തായാലും പൈസ ആവശ്യമുണ്ടല്ലോ. ഇതിന്നൊരു ഇൻകം, നല്ല ഇൻകം വരൂടാ. ഞാൻ നിനക്ക് നല്ല പൈസ തരാം. ഇല്ല, എനിക്കങ്ങനെ പൈസ ഉണ്ട്. അവൻ ഇതിനൊന്നും താല്പര്യമൊന്നുമില്ല. ചുമ്മാ ടോം ആവശ്യമില്ലാത്ത കാര്യം അവന്റെ തല വെച്ച് കൊടുക്കാതെ. പിന്നെ ആ ഒരു കാര്യം തുടങ്ങുമ്പോ എന്റെ അളിയനിലെ കൂടെ ചെയ്യേണ്ടത്. നിനക്ക് പറ്റും. നീ എങ്ങനെ ഓക്കെ അല്ലേ? അല്ല, അവൻ ഓക്കെ അല്ല അല്ലേടാ? ഡബിൾ ഓക്കെ. അതാണ്. എടാ നീ അല്ലേടാ പറഞ്ഞ ഡാൻസ് ക്ലാസ് തുടങ്ങണ്ട, എന്റെ കുടുംബജീവിതത്തെ അത് ബാധിക്കൂന്ന്. അത് ഞാൻ മറ്റേ അളിയാ. സംഭവം എന്താന്ന് വെച്ചാല്, നമ്മൾ ഈ ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോ ഓരോ പോയിന്റ് അവിടെ എവിടെയൊക്കെ നടക്കുന്ന കാര്യം നമ്മൾ ഇങ്ങനെ പറയുമല്ലോ. എന്നും പറഞ്ഞോണ്ട് ഞാൻ അളിയനെ കൊണ്ട് ഒരു പരിപാടി നടത്തുമ്പോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറ്റുള്ളയാ? പറ്റുമോ? ഒന്നും പറ്റൂലല്ലോ. കോഴി, ഇതുപോലൊരു കോഴി, അളിയന്റെ മുഖത്തേക്ക് കോഴി നുള്ളിക്കളയാ? അളിയനല്ല, നിന്നെ ഞാൻ പറഞ്ഞത്. ഇതുപോലൊരു കാട്ടുകോഴി ഈ പഞ്ചായത്തിൽ ഉണ്ടാവത്തില്ല. കോഴിയെ നെല്ലുണക്കാൻ ഏൽപ്പിക്കുന്ന പോലെയാണ് നിങ്ങളുടെ ഡാൻസ് ക്ലാസ് ഇവന്റെ കയ്യിൽ കൊടുത്തുള്ള അവസ്ഥ. നീ ഒന്ന് സമാധാനപ്പെട്. കുറച്ച് കോഴത്തരൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേരെ വലിച്ച് ഇതിൽ അഡ്മിഷൻ കൊടുത്ത് ഇടാൻ പറ്റുള്ളൂ. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ അവന് കൊടുത്തത്. അതാണ് എന്റെ കളി. സായിപ്പിനെ കാണുമ്പോ കവാത്ത് മറക്കല്ലേ നീ. ഏത് സായിപ്പ്? സായിപ്പാ? സായിപ്പ് അളിയാ. ഓ, ഞാൻ UK പോകുമ്പോൾ അതാണ് ഞാൻ പിന്നെ പറയാനുള്ളത്. UK പോയാൽ ഇവനാകുമ്പോ അത് കയറ്റി നടത്താം. നീ വേറെ ഏതെങ്കിലും ഡാൻസ് ടീച്ചറിനെ വല്ല ഹയർ ചെയ്ത് നടത്തിയാ? ഞാൻ അടിച്ച ഒരു 2 ദിവസം വല്ല വന്ന് സ്ക്രീനിൽ ഓൺലൈൻ ക്ലാസ് എടുത്താൽ പോരി. അപ്പൊ നമ്മളെ ക്ലാസ് പോവില്ല, നമുക്കൊരു സൈഡ് ബിസിനസ് ഇരിക്കട്ടെ ഇപ്പൊ തന്നെ, അല്ലേ? പിന്നെ നിന്റെ അതൊരു കൂട്ടുകാരുണ്ടല്ലോ, മറ്റേ ഇത് ഗ്രാഫിക് ഡിസൈൻ ഒക്കെ ചെയ്യണേ. അപ്പൊ അവനെ കൊണ്ട് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യിപ്പിക്കണോടാ. ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ക്ലാസ്സും കാര്യം സമയമൊക്കെ വെച്ചു നമുക്ക് അളിയന്റെ ഫോട്ടോ വെച്ച് 2 ദിവസം സെറ്റ് ചെയ്യാം. ഓ, അപ്പൊ ന്യൂസ് പേപ്പറിനകത്ത് വെച്ച് കൊടുക്കുകയും ചെയ്യാം. അപ്പൊ നീ വാ, കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. പോരട്ടെ, നിനക്കിട്ട് ഞാൻ തരാടെ തെണ്ടി.